കാത്തിരിപ്പിനൊടുവിൽ തലശ്ശേരി മാഹി ബൈപ്പാസ് ജനങ്ങൾക്കായി തുറന്നു നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി പാത ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പാതയിലൂടെ കണ്ണൂർ വടകര മണ്ഡലം NDA സ്ഥാനാർത്ഥികൾ റോഡ് ഷോ നടത്തി. ₹1300 കോടി ചെലവഴിച്ച് നിർമ്മിച്ച തലശ്ശേരി മാഹി ബൈപ്പാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് മാഹി ബൈപ്പാസ് തുറന്നു നൽകിയത്. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പാതയിലൂടെ C. രഘുനാഥ്, പ്രഫുൽ കൃഷ്ണ എന്നിവരുടെ റോഡ് ഷോ നടന്നു. ഇരുചക്ര വാഹനത്തിലായി നിരവധി പേരാണ് റോഡ് ഷോയിൽ അണിനിരുന്നത്. सेवक को आजमा करते थे. ഉത്തര മലബാറിലെ ജനങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇന്ത്യയിൽ അധികാരത്തിരിക്കുന്ന മോഡിജി ഗവൺമെന്റിന്റെ ഏറ്റവും കേരളത്തെ ചേർത്ത് നിർത്തുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ പാത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന ഉത്തര മലബാറിലെ ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പാത കഴിഞ്ഞ 10 വർഷക്കാലമായി അധികാരത്തെ മോഡിജിയിലായിരുന്നുവെങ്കിൽ ഈ പാത ഇന്നും ഒരു കടലാസിൽ ഒതുങ്ങിച്ചേരേണ്ട പാതയാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. മോദിജിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ നിന്നുള്ള മുദ്രാവാക്യമാണ് ഇതിലൂടെ സാർത്ഥകമാകുന്നത്. വടകര അഴിയൂരിൽ നിന്ന് മുഴപ്പിലങ്ങാട് ബീച്ചിൽ വരെ ഇത്രയും കാലം എടുത്തിരുന്ന സമയം 1 മണിക്കൂറിന്റെ മേലെയാണ്. കേരളത്തിൽ ഏറ്റവും ഗതാഗത കുരുക്കുള്ള ദേശീയപാതയിലെ സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രിയുടെ മണ്ഡലമായിട്ടുള്ള ഈ പ്രദേശം തന്നെയാണെന്ന് പറയാൻ സാധിക്കും. കാരണം അത്ര ഗതാഗത കുരുക്കാണ്. ആ സമയമാണ് 1 മണിക്കൂറും 1.5 മണിക്കൂറും എടുത്തിരുന്ന സമയത്താണ് 16 മിനിറ്റ് കൊണ്ട് ഈ ദേശീയപാതയിലൂടെ അതിവേഗത്തിൽ എത്തിപ്പെടാൻ സാധിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങൾ നരേന്ദ്രമോദിക്ക് നന്ദി പറയുകയാണ്. നരേന്ദ്രമോദിജി കൊണ്ടില്ലായിരുന്നെങ്കിൽ ഈ പദ്ധതി നടക്കുമായിരുന്നോ? ഇത് മുഹമ്മദ് റിയാസിന്, മുഖ്യമന്ത്രി പിണറായി വിജയന് ഒന്നും അവകാശപ്പെടാനില്ല. ദേശീയ തലത്തിൽ തന്നെ എല്ലാ ഹൈവേകളും വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടായതാണ്. ഇതിന്റെ 1ാം സ്ട്രെച്ചിന്റെ പണി മാത്രമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇന്ന് നരേന്ദ്രമോദി 1 ലക്ഷം കോടിയുടെ പദ്ധതികൾ വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഇത് രാജ്യവ്യാപകമായി നടക്കുന്ന ദേശീയപാത വികസനത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. സംസ്ഥാന സർക്കാരിന് ഒന്നും അവകാശപ്പെടാനില്ല. ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി സ്ഥാനാർത്ഥികൾക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു. മുഴപ്പിലങ്ങാട് മുതൽ മാഹി അഴിയൂർ വരെ 18.6 കിലോമീറ്റർ നീളത്തിലും 45 മീറ്റർ വീതിയിലുമാണ് ബൈപ്പാസിന്റെ നിർമ്മാണം. ക്യാമറാമാൻ K. സുബിത്തിനൊപ്പം അർജുൻ PS, ജനം, കണ്ണൂർ.